ഒന്നാമത്തെ നാടകമായ കീലേരി ചരിതം ഒന്നാം ഭാഗം ഇതാ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഒരു ഗ്രാമത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കീലേരി എന്ന ഭീകരന്റെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമകവലയിലെ കണാരന്റെ ചായക്കടയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. ഈ ചെറുനാടകത്തിലെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ എന്തെങ്കിലും സാദൃശ്യം തോന്നി അത് വെറും യാദൃച്ഛികം. നാടകം ആരംഭിക്കുന്നു. സഹൃദയരായ ക്ലാസ് സ്നേഹികളെ, കാലിഫോർണിയ ചെല്ലക്കിളി തിയേറ്റേഴ്സിന്റെ 1ാമത്തെ നാടകമായ കീലേരി ചരിതം ഒന്നാം ഭാഗം ഇതാ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ദയവായി നിങ്ങൾ സഹിച്ചാലും ഒരു ഗ്രാമത്തെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കീലേരി എന്ന ഭീകരന്റെ കഥ ശാന്തസുന്ദരമായ ഒരു ഗ്രാമക്കവലയിലെ കണാരന്റെ ചായക്കടയിൽ നിന്നും ഞങ്ങൾ തുടങ്ങട്ടെ. ഈ ചെറു നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് വെറും യാദൃച്ഛികം മാത്രമല്ല, പകരം മനഃപൂർവമാണ് എന്നറിയിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുകയായി. എന്നെങ്കിലും ഒരു നല്ല കച്ചവടം കിട്ടണേ. ഇരിങ്ങാന്തത്തെ വടയും ബോണ്ടയും ഒന്ന് തീർത്ത് തരണേ. കൂടാതെ എന്നെ മാത്രം രക്ഷിക്കണേ. ഒന്നാം തീയതി കവിത പാടി മനുഷ്യനെ കൊല്ലവരെ. ചേട്ടോ ഒരു ചായ. കാശികളൊക്കെ ഉണ്ടല്ലോ. ഇന്ന് 1-ാം തീയതിയാണ്, കൈനീട്ടമാണ് കേട്ടാ. അതൊക്കെ ഉണ്ട് ചേട്ടാ. ശരി ഇരി. ചേട്ടാ വെള്ളം കുറഞ്ഞാലും പാലും പഞ്ചസാരയും കുറയ്ക്കുണ്ടാകണം. ചേട്ടോ ഓരോ ചായ. ജീവനൊക്കെ ഉണ്ടോ? എവിടെയായിരുന്നു കുറെ കാലമായിട്ട്? ഇവിടെ എന്താ ഒരു മണം. ഓ കുളിയൊന്നും ഇല്ലേ വള്ളത്തോളം ഇപ്പോഴും ഇവിടെ ഒന്നും? ചേട്ടോ ആ കിഴക്കിയാലെ വറിയത് ഗൾഫിൽ നിന്നൊന്നു കേട്ടല്ലോ. ഞാനും കേട്ടടേ. അവനിനി പോകുന്ന ലക്ഷണമൊന്നും ഇല്ല കേട്ടോ. അവൻ എന്തൊരു പറ്റിയടേ? അവൻ ഈ അറബികളെയൊക്കെ പറ്റിച്ച് നടക്കുകയല്ലേ. അവനെ ഇനി അവിടെ കേറ്റുവോ? എന്ന് വെച്ചാൽ മകരിൽ അതൊരു ചായ കാണും കന്നാലി. സ്വാമി, ഞാൻ എഴുതി ട്യൂൺ ചെയ്ത ഒരു പുതിയ കവിതയാണ്, ഒന്ന് ചൊല്ലട്ടെ. ചൊല്ലോ മകനെ. എന്തിനാണ് വിഷയങ്ങൾ?
നമ്മുടെ സോളാറില്ലേ, സോളാർ. ഓ നമ്മുടെ സോളാറ്. ഓ നമ്മുടെ സരിത. എനിക്ക് വയ്യ. മുഖ്യനും കൂട്ടരും രസിക്കാനിറങ്ങുമ്പോൾ അവിടുത്തെ മാധ്യമം കളിയാക്കി. അരെ വാ. അയ്യേ നേതാക്കളെ സൂര്യനോ സാക്ഷിയ കാമുകി നിങ്ങളെ അടപ്പിലാക്കി. ഒന്ന് എഴുന്നേറ്റ് പോയ ശാരി അവിടുന്ന്. കളിയവൾ ചിരിച്ചപ്പോൾ ഉള്ളിലെ മോഹങ്ങൾ വെടിഞ്ഞാലവളോടു ചൊല്ലി. വൈഫിനോട് ഇതുവരെ ചൊല്ലാത്ത കാര്യം അങ്ങേ ജനമെല്ലാം അറിഞ്ഞു. അമർത്തിതൻ അവർത്തിതൻ ഖടാശ. ഇവന്റെ കൊരവള്ളി പൊട്ടിക്കാൻ ഇവിടെ ആരുമില്ലേ? എന്താ മെമ്പറെ, കാണാനൊന്നും ഇല്ലല്ലോ. ഞാൻ 5ാം വാർഡ് വരെ ഒന്ന് പോയി. നിങ്ങളറിഞ്ഞു? അതെ, ഈ ഇറാന് മേലെ അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി. എന്തിന്? എടാ, അവിടുത്തെ എണ്ണ മുഴുവൻ അടിച്ചു മാറ്റാനുള്ള ഇമ്മാരുടെ ഗുണായിപ്പില്ലോടാ ഇത്. മെമ്പറെ, ഞങ്ങൾ എത്ര നാളായിട്ട് പറയാ കീലേരി ഒന്ന് ഒതുക്കി തരണമെന്ന്. അതെ, ആ വിഷയം ഞാൻ ശക്തമായിട്ട് പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവന്റെ ഒക്കെ നിഴല് കണ്ട നിങ്ങളുടെയൊക്കെ മുട്ട് പാണ്ടി ഇടിക്കില്ലേ മക്കളെ? ചേട്ടാ, എന്തുണ്ട് കഴിക്കാൻ? സാറിങ്ങാട്ടെ, നമുക്ക് പുട്ടും കോരിയും കഴിക്കാം. ഓ ഉണ്ട് ചെല്ലക്കിള്ളി. കോഴികളുണ്ട് മോളെ. എന്നാലേ ഇച്ചിരി പുട്ടെടുത്ത് ആ കോഴിക്കിട്ട് ഓ, ഒരു ഉണക്ക തയ്യക്കടയും തുടങ്ങിച്ചവളെ ഇരിപ്പുണ്ട് മനുഷ്യനെ വഷളാക്കാൻ. ചേട്ടാ, ഈ ആലപ്പുഴയിലൊക്കെ ഭയങ്കര വയറിളക്കം കേട്ടു, ശരിയാണോ? നിനക്ക് വേറൊന്നും വായിക്കാൻ കണ്ടില്ലടാ. എനിക്ക് പോയാണോ? സാറ് കഴിക്കണം. അത് ആരാ ചേട്ടാ അത് പോയത്? ഹലോ അളിയ, അമ്മാവൻ മരിച്ചത് അറിഞ്ഞില്ലേ അളിയ? ഞാൻ ഇന്നലെ പോലും കണ്ടതാ അളിയ. അളിയൻ എപ്പോഴാ അളിയ തിരിക്കുന്നത്? പിന്നെ അളിയൻ വരുമ്പോഴേ എനിക്കൊരു ഐഫോൺ കൊണ്ടുവരും അമേരിക്കയിൽ നിന്ന്. സ്വാമി, കീലേരി ഇത്തവണ നമ്മളെ ഓണം കലക്കുമെന്നാ തോന്നണ. കൊച്ചു പിള്ളേരെ പോലും അങ്ങനെ വെറുതെ ഉണ്ടോന്ന് എനിക്ക് തോന്നണില്ല. എത്രയായി ചേട്ടാ? അതെല്ലാം കൂടെ ഒരു 65 രൂപയുടെ. ഇത്ര വൃത്തികെട്ട ആകാരത്തിന് 65 രൂപയാണ്. എന്ത് വൃത്തികെട്ട കടയായത്? അവിടുത്തെ ഈച്ച ഇരിക്കണോ? ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ചതിക്കല്ലേ സാറേ, നമ്മുടെ വയറ്റിപ്പഴപ്പാണേ. എടുക്കെടുക്കെടുക്കെടുക്ക്, എല്ലാ പാത്രങ്ങളും എടുക്ക്, എടുത്ത് തലയിൽ വെക്ക്, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതേ, ചേട്ടന്റെ തലയിലല്ല, എന്റെ തലയിൽ. കൈ കാശില്ല, കൊണ്ട് കഴുകി വേഗം ഓടി വരാം. ഒരു സായിപ്പ് വന്നിരിക്കുന്നു, ആ പൈസ കയ്യിലില്ല എന്റെ. ഞാൻ തിരിച്ചു വല്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്കുന്ന അവസ്ഥയാണ്. ഇനി ഞാൻ വെച്ചു കൊടുക്കില്ല. നേരത്തെ കുത്തും ഞാൻ. ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. ഒരു കവി വന്നിരിക്കുന്നു. ഇനി ഈ കവിതയും കൊണ്ട് ഈ ഏരിയ വന്നാൽ കൊലപാതകം നടക്കും. ഒരു പണിയില്ലാതെ നടക്കുക 2 പോയി
തനിക്ക് തന്നെ അറിയാം ഇപ്പൊ താൻ ഏത് പാർട്ടിയിലാണ്. മുങ്ങി നടക്കുകയാണ് ചിലർ ഓണസദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. സ്വാമി എന്തായി തോരൻ? നീ മുങ്ങണ്ട, നിന്നെ ഞാൻ പിടിക്കുന്നുണ്ട്. എന്താ ഈ സാമ്പാറിന്റെ കാര്യം? നീ ഏതാണ് ഈ സായിപ്പ്? നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇവിടെ നിന്നും. നീ എവിടത്തെ ആയാലും പരിപ്പ് നിന്റെ ചുമതലയാ, നിന്റെ ചുമതല.